ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി കണ്ണൂർ കോർപ്പറേഷനും ഡിഫൻസ് അധികൃതരും വീണ്ടും ഏറ്റുമുട്ടലിലേക്ക്. ആയിക്കരയിൽ കണ്ടോൺമെന്റ് ഏരിയയിൽപ്പെട്ട 5 റോഡുകൾ A1 കാറ്റഗറിയിലേക്ക് മാറ്റിയതാണ് പുതിയ പ്രതിസന്ധിക്ക് കാരണം. പൊതുജനജീവിതത്തെ ബാധിക്കുന്ന നീക്കത്തിൽ നിന്ന് സൈനിക അധികൃതർ പിന്മാറണമെന്ന് കോർപ്പറേഷൻ ആവശ്യപ്പെട്ടു. ജില്ലാ ആശുപത്രി ബസ് സ്റ്റാൻഡും പ്രദേശത്തെ പ്രധാനപ്പെട്ട 5 റോഡുകളും ഡിഫൻസ് ഭൂമിയായി പ്രഖ്യാപിച്ചതാണ് നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണം. ജനവാസ മേഖലയെ ഒറ്റപ്പെടുത്തുന്ന നീക്കം ആയിക്കര ഡിവിഷനെ വലിയ തോതിൽ ബാധിക്കും. A1 കാറ്റഗറിയിലേക്ക് മാറുന്നതോടെ ജില്ലാ ആശുപത്രി 5 കണ്ടി റോഡടക്കമുള്ള ആയിക്കരയിലെ പ്രധാന വഴികൾ തടസ്സപ്പെടും. 4 സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ യാത്രയടക്കം ഇതോടെ പ്രതിസന്ധിയിലാകും. ഇതുമാത്രമല്ല, ആശുപത്രി ബസ് സ്റ്റാൻഡ് അടക്കം വിട്ടുകൊടുക്കേണ്ടി വരുന്നത് കോർപ്പറേഷന്റെ വരുമാനത്തെയും ബാധിക്കും. ഇപ്പം നിലവിൽ കൈകാര്യം ചെയ്യുന്ന എല്ലാ ഭൂമിയും, എല്ലാ കെട്ടിടങ്ങളും, എല്ലാ റവന്യൂവും അതുപോലെ കോർപ്പറേഷനേക്ക് വിട്ടുതരണം. അതോടൊപ്പം A1 A2 ലാൻഡിലൂടെ സിവിലിയൻസ് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഫ്രീ ആയി അവരുടെ നിർഭയമായി സഞ്ചരിക്കാനുള്ള ഒരു സഞ്ചാര പാതയും കൂടി ഒരുക്കണം. കന്റോൺമെന്റ് മേഖല കോർപ്പറേഷനിൽ ലയിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കിടെയാണ് ജനവാസ മേഖലയും ബസ് സ്റ്റാൻഡും അടക്കമുള്ള കൂടുതൽ സ്ഥലങ്ങൾ A1 കാറ്റഗറിയിലേക്ക് മാറ്റിയ കാര്യം കോർപ്പറേഷൻ അധികൃതർ അറിയുന്നത്. സൈനിക അധികൃതരുടെ നീക്കത്തിനെതിരെ കോർപ്പറേഷൻ ഏകകണ്ഠമായി പ്രമേയം പാസാക്കി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിഷയത്തിൽ ഇടപെടണമെന്നും കോർപ്പറേഷൻ കൗൺസിൽ ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. മീഡിയ 1 കണ്ണൂർ.